ഇതുവരെയും പ്രതിയായ അഫാനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇവൻ എലിവേഷൻ കഴിച്ചിട്ട് ഇവൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആയി, ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അവന്റെ മൊഴികൾ പോലീസ് ചോദിക്കുന്ന സമയത്ത് മൊഴികളിൽ ഇപ്പോൾ ഒരു പോലീസുകാരൻ്റെ ഒരു വാർത്താ സമ്മേളനം ഞാൻ കണ്ടു. അതായത് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്തൊരു വാർത്താ സമ്മേളനമാണ്. വീട്ടിൽ ഒരുപാട് കടബാധ്യത ഉണ്ടായിരുന്നു, ആയതിനാൽ തന്നെ അവൻ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട് ഇവർ ശ്രമിച്ചിരുന്നതിന്റെ തെളിവുകളുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന പ്രതി, അതായത് അഫാൻ എന്ന് പറയുന്നവൻ ചെയ്തത് ഈ പറയുന്ന എല്ലാവരും കൂടി മരിക്കാനായിട്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ട്. അപ്പൊ മരിക്കാനിരിക്കുന്ന സമയത്ത് ഇനി താനെങ്ങാനും ആദ്യമേ മരിച്ചു പോയി കഴിഞ്ഞാൽ തന്റെ കുടുംബത്തിലാരും മരിച്ചില്ലെങ്കിൽ അവർ കടബാധിതയിലാവുമല്ലോ എന്നുള്ള പേടി കൊണ്ട് അവൻ അറിയാതെ അല്ലെങ്കിൽ അവൻ അത് ചെയ്ത് സഹായിച്ചതാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അവനെ ഒരു വലിയ പുണ്യാത്മാവാക്കി മാറ്റാൻ നമ്മുടെ പോലീസുകാരാണ് ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ പിന്നിൽ വലിയ കൊമ്പന്മാരുള്ളത് കൊണ്ടായിരിക്കും ഈ കേസ് ഈ രീതിയിലേക്ക് ഇങ്ങനെ പോകുന്നത്. അതായത് ഇവൻ